എസ്എൻപുരം മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് പരിക്കേറ്റ് ഒരു തൊഴിലാളി കൂടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സെയ്ഫുൾ മണ്ഡലാണ് മരിച്ചത്. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വിവിധ വികസന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് എം.പി. രാജേഷ്. ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഉദാഹരണമാണ് ബിജെപിയുടെ നടപടിയെന്നും എം.പി. രാജേഷ്. ഗോവണി ഉൾപ്പെടുത്താതെയാണ് മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കെട്ടിടത്തിന്റെ 1-ാം നില നിർമ്മിച്ചതെന്ന് പരാതി. പൊതുപ്രവർത്തകനാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. എസ്എൻപുരം പഞ്ചായത്തിലെ മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു തൊഴിലാളി കൂടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള സെയ്ഫുൾ മണ്ഡലാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയാണ് മരിച്ചത്. മാർച്ച് 3-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് എസ്എൻപുരം മുള്ളൻ ബസാറിൽ വെച്ച് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മെഹബുൾ ഇസ്ലാം എന്നയാൾ അന്ന് തന്നെ മരിച്ചിരുന്നു. മുള്ളൻ ബസാർ സെന്ററിന് വടക്ക് ഭാഗത്തുള്ള റോഡിൽ നിന്നും സമീപത്തെ മറ്റൊരു കാനയിലേക്ക് കാന ലിങ്ക് ചെയ്യുന്നതിനായി കുഴിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ഇതിനിടെയാണ് അരികിലെ സ്വകാര്യ പറമ്പിലെ മതിൽ തലയ്ക്ക് മുകളിലൂടെ ഇടിഞ്ഞു വീണത്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിവിധ വികസന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് എം.പി. രാജേഷ്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ബിജെപി രാഷ്ട്രീയ പ്രചാരണം നടത്തുകയാണെന്നും ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഉദാഹരണമാണ് ബിജെപിയുടെ നടപടിയെന്നും എം.പി. രാജേഷ് പറഞ്ഞു. ഇതാണ് ബിജെപി മനസ്സിലാക്കണം. ഇടുങ്ങിയ രാഷ്ട്രീയം. ഇപ്പൊ ദേശീയപാത എങ്ങനെ യാഥാർത്ഥ്യമായത്? ദേശീയപാതയ്ക്ക് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തോടും മുന്നോട്ട് വെക്കാത്ത ഉപാധി മുന്നോട്ട് വെച്ചവരാണ് ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എന്ന് ഓർക്കണം. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ദേശീയപാത ഉണ്ടാക്കണമെങ്കിൽ ഭൂമി വിലയുടെ 4/1 നിങ്ങൾ വഹിക്കണം. 5580 കോടി രൂപ കേരളം എണ്ണിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് ദേശീയപാത ഉണ്ടായത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ല. ദേശീയപാത ആരുടേതാണ്? ഇന്ത്യ ഗവൺമെന്റിൻ്റെതാണ്. ആരാ നിർമ്മിക്കേണ്ടത്? ഇന്ത്യ ഗവൺമെന്റാണ്. കേരളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞാൽ ആ വിവേചനം എല്ലാ കാര്യത്തിലും തുടരുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ മറ്റ് ഔദ്യോഗിക പരിപാടികളുള്ളപ്പോൾ ഇത്തരം അസംബന്ധങ്ങൾക്ക് നിന്നുകൊടുക്കില്ലെന്നും പോകില്ലെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ പ്രത്യേക VIP പാസുമായി എത്തിയ തന്നോട് SPG ഉദ്യോഗസ്ഥർ ആധാർ കാർഡ് ആവശ്യപ്പെട്ടത് ഞെട്ടിച്ചുവെന്ന് എം.പി. രാജേഷ്. ഗോവണി ഉൾപ്പെടുത്താതെയാണ് മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കെട്ടിടത്തിന്റെ 1-ാം നില നിർമ്മിച്ചതെന്ന് പരാതി. പൊതുപ്രവർത്തകനാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം നിർമ്മിച്ച മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയ കെട്ടിടത്തിന്റെ 1-ാം നില നിർമ്മാണത്തിലാണ് പദ്ധതി തയ്യാറാക്കലിലും സാങ്കേതിക മേൽനോട്ടത്തിലും വീഴ്ച സംഭവിച്ചത്. ഏകദേശം 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1-ാം നില നിർമ്മിച്ചത്. എന്നാൽ മുകളിലേക്ക് കയറാനുള്ള സ്ഥിരമായ ഗോവണി പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് ഈ പിഴവ് കണ്ടെത്തിയത്. തുടർന്ന് താൽക്കാലികമായി ഇരുമ്പ് കോണി സ്ഥാപിച്ച് മുകളിലേക്ക് കയറാനുള്ള സംവിധാനം ഒരുക്കിയതായും പരാതിയിൽ പറയുന്നു. ഇരുമ്പ് കോണിയിൽ നിന്ന് കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു മുറിയുടെ 2 ഭിത്തികൾ പൊളിച്ച് വഴിയൊരുക്കേണ്ടി വന്നതിലൂടെ അധിക സർക്കാർ ചെലവ് ഉണ്ടായതായും ഇതോടെ കെട്ടിടം ഉപയോഗിക്കാൻ വൈകുകയും സർക്കാർ പണം അനാവശ്യമായി വീണ്ടും ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഭിത്തികൾ പൊളിച്ച ഭാഗത്ത് അലമാരകൾ നിരത്തിയാണ് ആ മുറിക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കിയിരിക്കുന്നത്. 3 നില വരെ പണിയാനുള്ള അടിത്തറയുള്ള കെട്ടിടത്തിന്റെ ഭാവി വികസനവും ഇതുമൂലം ബാധിക്കപ്പെട്ടതായും പറയുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരത്തിലുള്ള പിഴവുകൾ മൂലം പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാർ സംവിധാനങ്ങളും ജനപ്രതിനിധികളും അപഹാസ്യരാകുന്ന സാഹചര്യം ഉണ്ടായെന്നും സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടം കണക്കാക്കി ബന്ധപ്പെട്ടവരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ KKTM കോളേജ് ഗ്രൗണ്ടിൽ പണിതുയർത്തിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പൊള്ളയായ അവകാശവാദം ഉന്നയിച്ച്
ഉദ്ഘാടനം നടത്തിയ MLAയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് UDF പ്രതിഷേധ ധർണ നടത്തി. 10 വർഷം മുൻപ് TN പ്രതാപൻ MLA ആയിരിക്കുമ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ 80% പണി കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഉദ്ഘാടനത്തിന് TN പ്രതാപന് ഒരു ക്ഷണക്കത്ത് പോലും അയച്ചില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. KKTM കോളേജ് കവാടത്തിൽ നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് MLAയും മുനിസിപ്പൽ ചെയർമാനും കൂടി ഉദ്ഘാടനം ചെയ്തത്. അവിടെ ആയിരക്കണക്കിന് രോഗികൾ വന്നു പോയതിന് ശേഷമാണ് ഉദ്ഘാടനം നടത്തിയത്. അതിനുശേഷം നമ്മളുടെ ചാപ്പാറയിലെ സയൻസ് പാർക്ക്, അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് ആ സ്ഥലത്ത് ക്രിമിറ്റോറിയവും നിൽക്കുന്ന സ്ഥലത്ത് ആ ക്രിമിറ്റോറിയവും മാലിന്യ പ്ലാന്റും സ്ഥാപിക്കാതെ അങ്ങോട്ടുള്ള റോഡ് പോലും പണിയാൻ കഴിയാതെ അവിടെ കുറച്ച് ആസ്പെറ്റോസ് സ്ട്രീറ്റുകളും മറ്റുള്ള സ്ഥലത്ത് വെച്ച ഒരു സയൻസ് പാർക്ക് എന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുല്ലൂറ്റ് KKTM കോളേജിലെ ഈ ഇൻഡോർ സ്റ്റേഡിയം. TN പ്രതാപൻ ഉണ്ടായിരുന്ന കാലത്ത് 4.93 കോടി രൂപ വകയിരുത്തി ചെലവഴിച്ച് പണിത ഇൻഡോർ സ്റ്റേഡിയത്തിന് 1 രൂപ പോലും ചെലവാക്കാതെ ഇന്ന് വൈദ്യുതിയില്ല, വെള്ളമില്ല, മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, PV രമണൻ, കവിത മധു, ES സഗീർ, ES സിറാജ്, PN മോഹനൻ, KS കമറുദ്ദീൻ, CS തിലകൻ, TK ലാലു, സേവ്യർ പങ്കത്ത്, പോളി വിധേയത്തിൽ, മുൻഷിർ, CR പമ്പ, ഇസ്മായിൽ, MB മുരളി, MA ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ കരിങ്ങോൾച്ചിറ സ്ലൂയിസിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. MLA VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. 1.23 കോടി രൂപ ചെലവഴിച്ചാണ് പുത്തൻചിറ കരിങ്ങോൾച്ചിറ സ്ലൂയിസ് നിർമ്മിക്കുന്നത്. വെളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കാവ്യ രഞ്ജിത്ത്, CB ഷക്കീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KV സുജിത്ലാൽ, റോമി ബേബി, ഷറഫുദ്ദീൻ, പുത്തൻചിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത സുനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TS ഷാജു, CN പ്രദീപ് കുമാർ, രഹന സഞ്ജൽ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ കാക്കുടിശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. മാള ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോജി പാലമറ്റത്ത് കൊടിയേറ്റം നിർവഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 19 വ്യാഴാഴ്ചയാണ് തിരുനാൾ. അന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ, ആഘോഷമായ തിരുനാൾ ദിവ്യബലി, ഊട്ടുനേർച്ച എന്നീ ചടങ്ങുകൾ നടക്കും. വെള്ളാഞ്ചിറ ദേവാലയ വികാരി ഫാദർ ആന്റോ പാണാടൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗ്രാമപഞ്ചായത്ത് തല പ്രഖ്യാപനം നടത്തി. കയ്പമംഗലം നിയോജക മണ്ഡലം MLA ടൈസൺ പ്രഖ്യാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കൈതവളപ്പിൽ മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു 2554 വനിതകൾക്കാണ് പെൻഷൻ നൽകുന്നത്. വൈസ് പ്രസിഡന്റ് CN സതീഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വാതി ശ്രീജിത്ത്, K രഘുനാഥ്, രമ്യ പ്രദീപ്, ബ്ലോക്ക് മെമ്പർ വേണു തച്ചുംപുറത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രഹന P ആനന്ദ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ GLP സ്കൂളിലെ ശീതീകരിച്ച LKG UKG ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ മന്ത്രിയെ പഠിപ്പിച്ച ഹൈറുനിസ ടീച്ചറുടെ ഓർമ്മയ്ക്കായി സ്കൂളിന് സംഭാവന ചെയ്ത 1 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ ശീതീകരിച്ചത്. VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി P രാംബരൻ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക KA മുംതാസ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ സുമിത നിസാഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ രാംദാസ്, PTA പ്രസിഡന്റ് റസാഖ് ചിറക്കൽ, ശാലിനി ദേവി, അഞ്ജന തമ്പി, K അനീഷ് എന്നിവർ സംസാരിച്ചു. നിരന്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വന്നയാളെ അറസ്റ്റ് ചെയ്തു. ആളൂർ കാരൂർ ദുബായ് റോഡ് സ്വദേശി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള ഷാഫിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാഫി നിരന്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വന്നതിനെ തുടർന്ന് ഷാഫിയെ ഇതിൽ നിന്നും തടയുന്നതിനായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയോട് ഷാഫിയിൽ നിന്ന് നാഗരിക സുരക്ഷാ സംഹിത വകുപ്പ് പ്രകാരം നിശ്ചിത കാലയളവിലേക്ക് ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുകയില്ലെന്ന് സ്വന്തം ജാമ്യത്തിലോ മറ്റ് 2 പേരുടെ ജാമ്യക്കാരോടൊപ്പമോ ഉറപ്പു നൽകുന്ന
ബോണ്ട് വാങ്ങുന്നതിനുള്ള നടപടികൾക്കായി റിപ്പോർട്ട് നൽകിയിരുന്നു. 2023 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വകുപ്പ് 129 പ്രകാരം നടപടികൾ ആരംഭിച്ചിരുന്നു. നിശ്ചിത കാലയളവിലേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന് കാണിച്ച് സ്വന്തം ജാമ്യത്തിലോ മറ്റു പേരുടെ ജാമ്യത്തിലോ ബോണ്ട് ഒപ്പിട്ട് നൽകാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യത്തിനായി കോടതി പലതവണ സമൻസ് അയച്ച് വിളിപ്പിച്ചിട്ടും ഷാഫി കോടതിയിൽ ഹാജരാകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഷാഫിയെ പിടികൂടി ഹാജരാക്കാൻ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. പുത്തൻചിറ കരിങ്ങാച്ചിറ മസ്ജിദ് റഹ്മയിൽ ഇഫ്താർ സംഗമം നടത്തി. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രത്യേകതയുള്ള അവസാന 10 ആദ്യ നോമ്പുതുറയിൽ MLA VR സുനിൽകുമാർ, പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ്, വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീല, കാവ്യ രഞ്ജിത്ത്, വെള്ളാങ്കുളൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോമി ബേബി, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുജിത് ലാൽ, പുത്തുഞ്ചിറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ഷാജു TS, രഹന സഞ്ചൽ, CN പ്രദീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷറഫുദ്ദീൻ, പുത്തുഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോബി മങ്കിടിയാൻ, MP സോണി, ഗിരിജ രാധാകൃഷ്ണൻ, ജീന രാജേഷ്, അനീഷ് KR, CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, CPI നേതാക്കളായ TN വേണു, UV വാസുദേവൻ, INC നേതാവായ KN സജീവൻ, ജനീഷ് കുറ്റിപ്പറമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മസ്ജിദ് റഹ്മ ഇമാം അനസ് മൗലവി, സാലി സാജിർ മാങ്കപ്പാടൻ, സിജിൽ കരിങ്ങാച്ചിറ, മജീദ് താനത്തുപറമ്പിൽ, ശിഹാബ് TK, മുഹമ്മദ് അബൂബക്കർ മാങ്കപ്പാടൻ, സജീബ് ഉസ്താദ്, മുഹമ്മദ് ഫൗസാൻ, അലികുഞ്ഞ് എന്നിവർ നേതൃത്വം നൽകി.